ജാക്കും രാജകുമാരിയും ആ വലിയ വൃക്ഷത്തിൽ നിന്ന് ഒരുവിധം താഴേക്ക് ചാടി ഒരു വലിയ വാളിൽ തറക്കാതെ തലനാരിയേക്ക് രക്ഷപ്പെടുകയാണ്. കടത്തലവനും ആ വൃക്ഷത്തിൽ നിന്ന് ഒരു വെള്ളത്തിലേക്ക് ചാടി രക്ഷപ്പെടുകയാണ്. എന്റെ മകൾ മരിച്ചുപോയെന്ന് സങ്കടപ്പെട്ടിരിക്കുന്ന രാജാവിന്റെ അടുത്തേക്ക് രാജകുമാരി വരികയാണ്. ഇത് കണ്ട് ഒരുപാട് സന്തോഷമായ രാജാവ് ജാക്കിനോട് ഒരുപാട് നന്ദി പറയുകയാണ്. അവർ തമ്മിലുള്ള പ്രണയം രാജാവ് അറിഞ്ഞിരുന്നില്ല. സമയം മേലെ രാക്ഷസന്മാരുടെ ലോകത്ത് ഇതിലേക്ക് പോവാനുള്ള ഏക പോംവഴി അടഞ്ഞു എന്ന് വിചാരിച്ച രാക്ഷസന്മാരുടെ ഇടയിലേക്ക് ആ വിത്തുകൾ വീണ്ടും വരികയാണ്. ഒറ്റത്തലയുള്ള രാക്ഷസൻ ആ വിത്തുകൾ വെള്ളത്തിലേക്ക് ഊതിയതും പെട്ടെന്ന് തന്നെ ആ മാന്ത്രിക വിത്തുകൾ മുളച്ച് വലുതായി രാക്ഷസന്മാരുടെ ലോകത്തിൽ നിന്നും ഭൂമിയിലേക്ക് പോവുകയാണ്. മനുഷ്യന്മാരെ എല്ലാം ഇല്ലാതാക്കി രാജ്യം പിടിച്ചെടുക്കലായിരുന്നു അവരുടെ പ്ലാൻ. രാക്ഷസന്മാർ ആകാശത്ത് നിന്ന് ഇറങ്ങി വരുന്നത് ജാക്ക് കാണുകയാണ്. ഈ സമയം കൊട്ടാരത്തിലേക്ക് മടങ്ങുകയായിരുന്നു രാജകുമാരിയും രാജാവും. പക്ഷേ അപ്പോഴേക്കും ആ രാക്ഷസന്മാരെല്ലാവരും ഭൂമിയിലേക്ക് എത്തിയിരുന്നു. വിവരം ജാക്ക് അവരുടെ പിന്നാലെ വന്ന് അറിയിക്കുകയാണ്. എന്നാൽ ആ രാക്ഷസന്മാർ അവരുടെ തൊട്ടടുത്തെത്തിയിരുന്നു. ജാക്കും രാജാവും രാജകുമാരിയും പടയാളികളും എല്ലാവരും ഇവരെ രക്ഷിക്കാനായി കൊട്ടാരത്തിലേക്ക് പാഞ്ഞു. പക്ഷെ അപ്പോഴേക്കും ആ രാക്ഷസന്മാർ കുറെ പേരെ വകവരുത്തിയിരുന്നു.